ഡെലിവറിക്ക് ശേഷം ഉണ്ടായ ആ ഒരു വെയിറ്റ് നമ്മളിപ്പം കുറയല്ലോ നമ്മളിപ്പം ഇപ്പം എന്തെങ്കിലും എക്സസൈസോ അല്ലെങ്കിൽ ഫുഡെല്ലാം കുറച്ചാൽ തന്നെ നമ്മൾ ഒരു പരിധി വരെയെല്ലാം കുറയും. പക്ഷേങ്കിൽ അത് മൊത്തമായിട്ട് നമ്മൾ ആ ഒരു എങ്ങനെ കുറഞ്ഞു എന്നുള്ളത് പറയുന്നതിന് മുന്നേ അത് കുറക്കാനുണ്ടായ സാഹചര്യം, അതുപോലെ തന്നെ ഒരു സർജറി ഉണ്ടായിരുന്നു, ഒരു ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ വന്നിട്ടുള്ള സർജറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിലാണ് എനിക്ക് നന്നായിട്ട് വെയിറ്റ് ലോസ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് തന്നെ ഞാൻ വെയിറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ സർജറിക്ക് ശേഷം ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിനോ അതെല്ലാം മൊത്തമായിട്ട് പറയേണ്ടതുകൊണ്ടാണ് വീഡിയോ ഇത്രപാട് വലുതാവുന്നത്. അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുമോ നമ്മളിപ്പോൾ ഫുഡെല്ലാം ഒറ്റയടിക്ക് ഒരാഴ്ച കൊണ്ടല്ലോ 5-6 കിലോ എല്ലാം കുറയായിരിക്കുമെന്ന്. കുറയുന്നവരുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാനിങ്ങനെ 1 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 2 വീക്ക് കൊണ്ടോ ഒന്നും ഈ 5-6 കിലോ ഒന്നും കുറഞ്ഞിട്ടുണ്ടായിട്ടില്ല. ഈ 1 മാസം കൊണ്ടായിരിക്കും 1-2 kg ആ ടൈമിൽ ഞാൻ കുറഞ്ഞിട്ടുണ്ടായത്. പിന്നെ ഇപ്പോൾ എത്ര വെയിറ്റ് ഉണ്ട്, അതെങ്ങനെ വെയിറ്റ് കൂടി, അതിപ്പോൾ എങ്ങനെ കുറയ്ക്കുന്നതെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചെറുതായിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പിന്നെ 1 മാസം കൊണ്ടെല്ലാം ഒരു 1-3 kg എല്ലാം കുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. അത് നമ്മൾ സാധാരണ നമ്മളെ വീട്ടിലെ ഫുഡ് തന്നെ കഴിച്ചിട്ട് നമുക്ക് കുറക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇപ്പോൾ വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു 30 മിനിറ്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നടക്കാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യോഗ ചെയ്യുന്നവർക്ക് ഒരു 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 45 മിനിറ്റ്സ് കൃത്യമായിട്ട് ചെയ്യാം. അതും അല്ലെങ്കിൽ ഡാൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാം. ഇത് നമുക്ക് വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്തിട്ട് നമുക്ക് അത്യാവശ്യം വെയിറ്റ് നമുക്ക് കുറക്കാൻ പറ്റും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ജിമ്മിലെല്ലാം പോയിട്ട് കുറക്കുന്ന പോലത്തെ ആ ഒരു ഭയങ്കര ടോൺ ആയിട്ടുള്ള ഒരു സ്കിന്നോ കാര്യമോ നമ്മളിപ്പം വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ അങ്ങനെ കുറയില്ല. കാരണം നമ്മളിപ്പം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സ്കിന്ന്, അതായത് പ്രത്യേകിച്ചിട്ടും അത് നമ്മളിപ്പോൾ ഡെലിവറി എല്ലാം കഴിഞ്ഞതിന് ശേഷം വെയിറ്റ് കുറക്കുന്നവരെയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നമ്മളെ എന്താ പറയുക ആ ഒരു സ്റ്റൊമക്ക് ആ ഒരു ഭാഗത്തിലുള്ളൊരു എന്താ പറയുക ആ ഒരു സ്കിന്ന് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ടൈറ്റായിട്ട് ഉണ്ടാവും. കുറച്ച് നല്ല ടൈറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ടൈം ഉണ്ടാവും അത്ര ടൈറ്റ് കിട്ടൂല. നമുക്ക് കുറച്ചും കൂടി ഒരു ഇങ്ങനെ എന്താ പറയുക കുറച്ചൊരു സ്പോഞ്ച് മാതിരി ഇരിക്കും. നമ്മളിങ്ങനെ അത് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. അപ്പം ഇപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട്, അതായത് എന്താ പറയുക ആ ഒരു പ്ലാഗ് പോലത്തെ സംഭവം എല്ലാം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി നല്ല ഒരു ടൈറ്റായിട്ടുള്ളത് കിട്ടും. പക്ഷെ അത് നമ്മൾ ഇപ്പോൾ 1 മാസമോ 2 മാസമോ 3 മാസമോ കൊണ്ടൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ടൈറ്റ് കിട്ടില്ല. കാരണം നമ്മൾ വെയിറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഫാറ്റ് ലോസ് എല്ലാം ഉണ്ടാവുമല്ലോ. ആ സമയം നമുക്ക് കൂടുതലും നമ്മളെ സ്കിന്ന് എന്താ പറയുക ലൂസാവുകയോ ചെയ്യും. അപ്പോൾ അത് കുറച്ചും കൂടി ടൈറ്റൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം സാധാരണ നമ്മൾ നടന്നു കഴിഞ്ഞതിനെ കൊണ്ട് നമുക്ക് വെയിറ്റ് കുറയും. ഈ പറയുന്നത് നമ്മൾ നടന്നു കഴിഞ്ഞാലും വെയിറ്റ് കുറയും. പക്ഷേ നമുക്ക് ആ ഒരു സ്കിന്ന് നല്ല ടോണായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡാൻസ് പോലത്തതോ കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള സംഭവങ്ങൾ, പിന്നെ ജിമ്മിൽ പോയിട്ട് നമ്മളിപ്പോൾ ലെഗിന് വേറെ ചെയ്യും, നമ്മളെ കൈക്ക് ചെയ്യും, സ്റ്റൊമക്കിന് ചെയ്യും, അങ്ങനെ പിന്നെ നമ്മൾ ബോഡിക്ക് മൊത്തമായിട്ട് വേണ്ടതെല്ലാം ചെയ്യുമല്ലോ. ആ ടൈം നമ്മുടെ സ്കിന്നായാലും എന്തായാലും നല്ല ടൈറ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതെന്തായാലും മനസ്സിൽ വേണം. നമ്മൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ വീട്ടിൽ കഴിക്കുന്ന ഫുഡും അത്യാവശ്യം കുറച്ച് നടന്നിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ പോലത്തത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്കിന്ന് ടൈറ്റ് ആവും. അതിന് മാത്രമുള്ള ഇപ്പം ബിഗിനേഴ്സിനൊന്നും എന്താ പറയുക കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള സംഭവമൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുമ്പോൾ കുറച്ചും കൂടി ചിലവർക്ക് 6 മന്ത് എടുക്കും, ചിലവർക്ക് 1 ഇയർ വരെ എടുക്കും നമ്മളെ ആ ഒരു സ്കിന്നെല്ലാം നല്ല ടോണായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ജിമ്മിലെല്ലാം പോകുന്നവർക്കായാലും ഇപ്പം സ്റ്റാർട്ടിങ് ആയിട്ട് ആദ്യമായിട്ട് പോകുന്നവർക്കൊന്നും അധികം ഹെവി ആയിട്ടുള്ള വർക്കൗട്ടോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അതിങ്ങനെ കുറേ ചെയ്ത് വരുമ്പോഴത്തേക്കൊരു ചിലവർക്ക് 6 മന്ത് അല്ലെങ്കിൽ 8 മന്ത് ആകുമ്പോഴത്തേക്കാണ് നമ്മളെ സ്കിന്ന് നല്ല ടൈറ്റാവും. പ്രത്യേകിച്ചിട്ട് നമ്മൾ തടിയുള്ളവർ കുറച്ച് കുറയുമ്പോഴായിരിക്കും സ്കിന്ന് ലൂസാവും. ഈ മെലിഞ്ഞവർക്ക് നമ്മൾ തടിക്കാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്ന ടൈം അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം അവർക്ക് കാണാൻ പറ്റും. അതുപോലെയല്ല ഈ തടി പെട്ടെന്ന് നമ്മൾ കുറയുന്ന ടൈം നമുക്ക് ഇപ്പം ചിലവർക്ക് സ്ട്രെച്ച് മാർക്സ് വരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഡെലിവറി കഴിഞ്ഞവർക്ക് തന്നെ നമ്മളിപ്പം ഒരു ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ
അപ്പാടെ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിന്ന് ആ ഒരു സ്റ്റൊമക്ക് ഏരിയയിലുള്ളതെല്ലാം കുറച്ചും കൂടി നമ്മൾ ലൂസായിട്ടുണ്ടാവും. പിന്നെ അത് ക്രമേണയാണ് പിന്നെയും ബാക്കിയുള്ളത് കുറയുന്നത്. എന്നാലും ചെറിയൊരു ലൂസ് പോലെ ഉണ്ടാവും. അത് നമ്മൾ ടൈറ്റ് ചെയ്യണ്ടെങ്കിൽ ശരിക്കും പ്ലാഗ് പോലത്തെ സംഭവം പിന്നെ അങ്ങനെയുള്ള എക്സസൈസ് എല്ലാം ചെയ്യണം. ജിമ്മിൽ പോയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടും. കുറച്ചും കൂടി നമ്മളിപ്പം വീട്ടിൽ നിന്ന് ചെയ്താലും നമുക്ക് വെയിറ്റ് ലോസ് എല്ലാം നമുക്ക് ഡ്രസ്സെല്ലാം ലൂസാവും, നമ്മൾ ഇഞ്ചസ് എല്ലാം ലോസ് ചെയ്യും. പക്ഷേങ്കിൽ ആ ഒരു പോലത്തെ ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ കിട്ടില്ല. പക്ഷെ എന്നാലും നമുക്കിങ്ങനെ വെയിറ്റ് എങ്ങനെയായാലും കുറക്കും. കൂടുതലായിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫാറ്റ് ലോസും കൂടി സംഭവിക്കുന്ന സമയത്താണ്. ഇപ്പോൾ ഒരു ആളെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 55 ഉള്ളെങ്കിലും അവളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 50 kg ആയിട്ട് തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫാറ്റ് ലോസും കൂടി സംഭവിക്കുന്നുണ്ട്. അപ്പം എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അത് രണ്ടും കൂടി കൊണ്ടുപോകണം. നമുക്ക് നടക്കാൻ പറ്റണം, ദിവസം നടക്കണം, പിന്നെ ഡാൻസ് ചെയ്യണം, പിന്നെ യോഗ, പിന്നെ ജിമ്മിൽ പോകുന്നവർക്ക് അതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സൂപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എൻ്റെ വെയിറ്റ് കൂടിയ സമയത്ത് ഞാൻ കുറച്ചത് എങ്ങനെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഞാനിപ്പം പ്രഗ്നൻ്റ് ആയ ടൈം എൻ്റെ വെയിറ്റ് ഉണ്ടായത് ഒരു 54 kg ഉണ്ടായത്. എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞത് 155 cm ആണ്. അതിന് 54 kg ഞാൻ ഉണ്ടായത്. കറക്റ്റ് വെയിറ്റ് ചെയ്യുന്നു. ഫോട്ടോസൊക്കെ ഇവിടെ വെക്കാം. എൻ്റെ ആ ഒരു BMI എല്ലാം നോക്കുമ്പോൾ കറക്റ്റ് തന്നെയാണ്. പിന്നെ പ്രഗ്നൻ്റ് ആവുന്ന ടൈം തന്നെ 54. അത് കഴിഞ്ഞ് നമ്മളിപ്പം പ്രഗ്നൻ്റ്, അതായത് ഞാൻ പ്രസവിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ടൈം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും വെയിറ്റ് നോക്കുമല്ലോ. ആ സമയത്തുള്ള എൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 63. അപ്പോൾ 54-ന് 63 kg കൂടിയിട്ടുള്ളൂ. അതും എൻ്റെ ഫേസിലായാലും കൈയായാലും കാലായാലും എവിടെയും എനിക്ക് വെയിറ്റ് കൂടിയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ആ ഒരു വയറിൻ്റെ ആ ഒരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. 63 നോർമൽ വെയിറ്റ്. നമുക്ക് പ്രഗ്നൻസി ടൈം 10 kg വരെയുള്ള വെയിറ്റ്, അതായത് 12 kg വരെയുള്ള വെയിറ്റാണ് നോർമൽ വെയിറ്റാണ്. അത്ര വേണം. ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ ബേബീൻ്റെ വെയിറ്റ് ഉണ്ടാവും, പ്ലാസൻ്റേൻ്റെ വെയിറ്റ് ഉണ്ടാവും, ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് ഉണ്ടാവും, പിന്നെ ബ്ലഡ്, അങ്ങനെ എന്താ പറഞ്ഞിട്ടുള്ള കുറേ സംഭവത്തിൻ്റെ വെയിറ്റാണ് എല്ലാം കൂടി നമുക്ക് കൂടുന്നത്. അപ്പം ഡെലിവറി കഴിഞ്ഞു. ഡെലിവറീൻ്റെ ടൈം പറഞ്ഞാലോ ഒരു 63 അത്രേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഡെലിവറിയെല്ലാം കഴിഞ്ഞ് ഡിസ്ചാർജ്, നോർമൽ ഡെലിവറിയാണ്. അപ്പം 3-ാമത്തെ ദിവസം ഡിസ്ചാർജ് ആവുന്ന ടൈം അവർ ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് നോക്കുമല്ലോ. വെയിറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ വെയിറ്റ് ഉണ്ടായത് 57 വെയിറ്റ് ഉണ്ടായത്. പക്ഷെ 57 ഉണ്ടായിട്ടും നമുക്കിപ്പം ആ ഒരു സ്റ്റൊമക്ക് ഉണ്ടാവില്ല, പെട്ടെന്ന് ഒറ്റയടിക്ക് കുറയുന്ന സ്റ്റൊമക്ക് അല്ലല്ലോ അത്. ഇങ്ങനെ നമ്മൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അപ്പം അപ്പടി ഇങ്ങനെ ബലൂൺ പോലെ ഇങ്ങനെ ഒന്ന് ആയതാണ്. അപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ എന്താ പറയുക, നമ്മൾ ആ ഒരു ഭാഗം കുറച്ചൊരു ലൂസായ പോലെ ഉണ്ടാവുക. അപ്പോൾ 57 കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, വീട്ടിലെല്ലാം എത്തിക്കഴിഞ്ഞാൽ ഞാനിനി കുറയും, അത്രയും എനിക്ക് കുറയാനുള്ളൂ. 54 മുന്നേ ഉണ്ടായത്. 55, 56, 57 അത് ആകെ ഒരു 3 kg സംഭവമല്ലേ, അത് കുഴപ്പമൊന്നുമില്ല, അത് വേഗം കുറക്കാനെല്ലാം പറ്റുന്നില്ലേ, സിമ്പിളല്ലേ എന്നെല്ലാം വിചാരിച്ച്. അപ്പോൾ ആ ടൈം കഴിഞ്ഞ് വീട്ടിലെല്ലാം എത്തിക്കഴിഞ്ഞ് നമ്മളിപ്പം ബ്രസ്റ്റ് ഫീഡെല്ലാം ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു ടൈം നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വിശക്കുമെന്ന് മാത്രമല്ല ആ ടൈം നമുക്ക് നല്ലോണം ഫുഡും തരുമല്ലോ. അപ്പോൾ ആ ഒരു 28 ഡേയ്സ് പ്രസവിച്ചെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു 28 ഡേയ്സ് പ്രത്യേകിച്ച് എനിക്ക് മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഫുഡെല്ലാം കഴിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ എന്താ പറയുക, കുട്ടി നന്നായിട്ട് പാൽ കുടിക്കുന്ന ടൈമും ആയതുകൊണ്ട് അങ്ങനെ വെയിറ്റ് എനിക്ക് തോന്നുന്നു അത്ര വലിയ ഇതായിട്ടില്ല. ഞാനൊരു 58 അങ്ങാറ്റേ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടിയിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു 28 ഡേയ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ മരുന്ന് അങ്ങനത്തെ സംഭവം തരുമല്ലോ, അതെല്ലാം കഴിക്കാൻ തുടങ്ങി. അതിൻ്റെ കൂടെ പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് പാൽ വന്നോട്ട് വിചാരിച്ചിട്ട് ദിവസം ഷെയ്ക്ക് അടിച്ച് കൊടുക്കുക, ഓട്സ് എല്ലാം പാലിലുള്ള സംഭവം, മുട്ട, നേന്ത്രപ്പഴം, അങ്ങനെയുള്ള സംഭവം ദിവസം രാവിലെ നേന്ത്രപ്പഴം അതും നെയ്യിലൊക്കെ ഇട്ടിട്ട്, പിന്നെ 2 പുഴുങ്ങിയ മുട്ട മുഴുവൻ, പിന്നെ 2 നേരം ഷെയ്ക്ക്, പിന്നെ വൈകുന്നേരം വേറെ അതും പാലിൽ തന്നെ ഹോർലിക്സോ ബൂസ്റ്റോ എന്തെങ്കിലും, രാത്രി കിടക്കുമ്പോൾ ഫുൾ അതും പാലിൽ തന്നെ, ഓട്സ്, പിന്നെ ചോറ് കഴിക്കുന്നുണ്ട്, രാവിലത്തെ ഫുഡ് വേറെ, രാത്രി കഴിക്കുന്നത് വേറെ, എല്ലാം കൂടി ലാസ്റ്റ് ഞാനൊരു 3 മന്ത് ആയപ്പോൾ നമ്മളിങ്ങനെ ഹസ്ബൻഡ് വീട്ടിൽ പോലോ തിരിച്ചിട്ട് ആ ടൈം ആയപ്പോൾ എൻ്റെ വെയിറ്റ് ഞാൻ അന്ന് ആ ഒരു തലേന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ വെയിറ്റ് നോക്കിയ ടൈമിനും വെയിറ്റ് എനിക്ക് 65.
നല്ല വെയിറ്റ് 65. പക്ഷെ എനിക്കങ്ങനെ സ്റ്റൊമക്ക് കൂടുതൽ വന്നിട്ടില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ വെയിറ്റ് 65 ഉണ്ടായത്. എനിക്ക് വെയിറ്റ് കൂടിയ എന്ന് വെച്ചാൽ എൻ്റെ മുഖം, എൻ്റെ ഈ ഒരു കൈൻ്റെ ആ ഒരു ഷോൾഡർ ഭാഗം, പിന്നെ സ്റ്റൊമക്ക് സാധാരണ എനിക്ക് നോർമൽ ഉള്ള പോലെ തന്നെ ഉണ്ടായിട്ടുണ്ടായത്. അത് കുറഞ്ഞിട്ടുണ്ടായി എനിക്ക്. ആ ഒരു 28 days ആയ ടൈം തന്നെ എൻ്റെ സ്റ്റൊമക്ക് നന്നായിട്ട് കുറഞ്ഞിട്ട്, ഞാൻ പ്രസവിക്കുന്നതിന് മുന്നേ എങ്ങനെയാണോ എൻ്റെ ഒരു സ്റ്റൊമക്ക് അതുപോലെ തന്നെയാണ് ഉണ്ടായത്. പക്ഷേ എങ്കിൽ കുറച്ചൊരു ആ ഒരു ടൈം നമുക്ക് അത്രയും നല്ല ടോണായിട്ടുള്ള സംഭവം കുറച്ചൊരു ലൂസ് പോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും വയറൊന്നും ചാടിയിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആകെ കൂടിയത് എനിക്ക് തോന്നുന്നു എൻ്റെ ഫേസ്, എൻ്റെ കൈ, പിന്നെ നമ്മൾ ആ ഒരു കാലിൻ്റെ ആ ഒരു തൈസിൻ്റെ ഭാഗമെല്ലാം തോന്നുന്നു ഇതായിട്ട്. പിന്നെ ഹിപ്പെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ബാക്ക് സൈഡ് ചെറുതായിട്ട് അത്രയും ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഞാൻ 65 kg ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചാൽ കുഴപ്പമില്ല, ഇനിയിപ്പം നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമല്ലേ, അതെല്ലാം കഴിഞ്ഞിട്ടൊരു 6 month ആ ഒരു ടൈം ആകുമ്പോൾ, പിന്നെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു കുട്ടി പാൽ കുടിക്കുമ്പോൾ നോർമലായിട്ട് നമ്മൾ വെയിറ്റ് കുറയും. പക്ഷെ എനിക്ക് ഒന്നാമത് പാൽ കുറവും കൂടിയായിരുന്നു. അപ്പോൾ പാൽ നന്നായിട്ട് വന്നോട്ട് നേരിച്ചിട്ടാണ് നന്നായിട്ട് ഫുഡെല്ലാം എല്ലാം കഴിച്ചിട്ടുണ്ടാവും. ഈ എന്താ പറയുക, ഓട്സ് പോലത്തെ സംഭവം, ഈ വെളുത്തുള്ളി നമ്മൾ പാലിൽ ഇതാക്കിയിട്ടെല്ലാം കഴിക്കൂലേ, അങ്ങനെയുള്ള എല്ലാ സംഭവം, പാൽ എങ്ങനെയൊക്കെ വരാൻ പറ്റുമോ ആ സംഭവം മൊത്തമായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ഒരു 5th month ടൈം ആയപ്പോൾ എൻ്റെ പാൽ മൊത്തമായിട്ട് അങ്ങ് ഇതായി. കാരണം തീരെയില്ല കുട്ടി. ഒരു ദിവസം ഞാൻ അങ്ങനെ പാൽ കൊടുക്കുന്ന ടൈം കുട്ടി കുടിക്കുന്നില്ല. അപ്പോൾ നോക്കി ഡോക്ടറോടെല്ലാം ചോദിച്ച ടൈം ഡോക്ടർ പറഞ്ഞ ഇപ്പോൾ പാൽ തീരെ ഇല്ലാണ്ടായിട്ടുള്ളത്, അതുകൊണ്ട് കുട്ടിക്ക് അതായത് ഫോർമുല ഫീഡ് തന്നെ കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു 5th month കംപ്ലീറ്റ് ആയി, അത്ര വരെ ഫുൾ കൊടുത്തിട്ടുണ്ടായിന്. ഒരു 5th month കഴിഞ്ഞതിന് ശേഷം മുതൽ പിന്നെ ഫുൾ ഇവന് എന്താ പറയുക ബ്രസ്റ്റ് ഫീഡ് അല്ലാണ്ട് ഫോർമുല തന്നെയാണ് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഇനി ഞാൻ കൂടുതലും പാൽ വരേണ്ട ഫുഡോ അങ്ങനെയൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ശേഷം മുതൽ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഫുഡെല്ലാം എനിക്ക് ഉറക്കം ഇത്രപ്പാട് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരും അങ്ങനെ പറയുക, ഫുഡ് നല്ലോണം കഴിച്ച് അങ്ങനെ വരണം ഇങ്ങനെ വരണം. പക്ഷെ ഒരു കാര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഫുഡ് കുറക്കാൻ തുടങ്ങി. പിന്നെ കുറച്ച് ടൈമായിരിക്കും പിന്നെ എനിക്ക് ഒരു പ്രഗ്നൻസി ടൈം, ഒരു 5th month ടൈം എനിക്കിങ്ങനെ ഒരു നമ്മളെന്താ പറയുക ഈ ഒരു ഭാഗത്തിൽ നമ്മളിപ്പം ഗോൾ ബ്ലാഡറുള്ള ആ ഒരു ഭാഗത്ത് എനിക്ക് നല്ല പെയിൻ ആയിരുന്നു. പിന്നെ ആ സമയത്ത് ഞാൻ വിചാരിച്ചത്, ഡോക്ടറും വിചാരിച്ചിട്ടുണ്ട് ഇത് ഒരു ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും. ആ ടൈം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, കാരണം ഞാൻ കൂടുതലായിട്ട് ഫുഡ് കഴിക്കുന്ന ദിവസമാണ് എനിക്കത് ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടറിന് ഫുഡ് കുറച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് എനിക്ക് അതിന് മരുന്നും കാര്യമൊന്നും തന്നില്ല. ആകെ ആ ഒരു വേദന ആ ടൈം എനിക്ക് 2 പ്രാവശ്യം വന്നിട്ടുള്ളൂ. ഒരു 5th month മാത്രമേ വന്നിട്ടുണ്ടായിട്ടുള്ളൂ. പിന്നെ എനിക്ക് വന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് 2 പ്രാവശ്യം വന്നിട്ടുണ്ടായി. നല്ല വേദന, ഛർദി. അന്നേരം പിന്നെ കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞത് ഗോൾ ബ്ലാഡറിൽ നന്നായിട്ട് ഒരുപാട് കല്ലുണ്ട്. അതായത് നമ്മൾ പിത്താശയത്തിൽ കല്ലെന്ന് പറയില്ലേ, അത് നന്നായിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും റിമൂവ് ചെയ്യണം. അത് റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും. അപ്പോൾ അതിലും നല്ലത് ഇപ്പം തന്നെ, കാരണം ഇപ്പം കുട്ടി ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് ഇപ്പോൾ സർജറി ചെയ്യാൻ കറക്റ്റ് ടൈമും കൂടിയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു കുറച്ച് പേടിയായിട്ടുള്ളൊരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഇപ്പം അതങ്ങനെ നോക്കണ്ട, നമുക്ക് ഹോമിയോയിലെല്ലാം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോമിയോ ഗുളിക ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. 2 മാസം ഞാൻ കുടിച്ച് ഇങ്ങനെ സ്കാൻ ചെയ്യും, ഒരു മാറ്റവും ഇല്ല. കൂടി വരികയായിരുന്നു. അതിൻ്റെ ആ ഒരു എന്തോ 1 സെൻറ്റിമീറ്ററിൻ്റെ കണക്കെല്ലാം ഉണ്ട്, അതിങ്ങനെ കൂടി വരികയായിരുന്നു. അപ്പോൾ ആ ഒരു സെപ്റ്റംബർ ആ ഒരു ടൈമിനും 2023 ആ ഒരു സെപ്റ്റംബർ ആ ടൈം നന്നായിട്ട് കൂടി വരുന്നു. അപ്പോൾ ആ ഒരു 2 മാസം ഞാൻ നോക്കി, തീരെ രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് പിന്നെ ഒരു ഫുഡും കഴിക്കാൻ പറ്റുന്നില്ല. കാരണം അധികം പാല്, മുട്ട, കൊഴുപ്പുകളൊന്നും കഴിക്കരുതെന്നാണ്. അതെല്ലാം കഴിച്ചാൽ വേദന കൂടും, ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് എല്ലാം മൊത്തത്തിൽ ഫുഡ് കുറക്കുക ചെയ്തതിന്, പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഫുഡെല്ലാം കുറച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ ഡിസംബർ ഒരു 17th അങ്ങനെയാണ് ഡോക്ടറെ കാണിക്കാൻ പോയത്. ഇത് സർജറി ചെയ്യാമെന്നുള്ള ഇതിൽ കാണിക്കാൻ പോയത്. സെപ്റ്റംബറിൽ കാണിച്ചപ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത്. എന്നിട്ട് ഞാൻ 2-3 മാസം ഈ സംഭവം നോക്കി പോയില്ല. ഡിസംബർ 17th പോയി കണ്ട് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഡോക്ടർ ഒരു ഡേറ്റ് വന്നു, 21 ഡിസംബർ 21 അഡ്മിറ്റ് ആവാൻ പറഞ്ഞു. 22 രാവിലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഡിസംബറിൽ അവിടെ വെയിറ്റ് നോക്കുമല്ലോ. എന്തായാലും ഞാൻ മെലിഞ്ഞിനി നമുക്ക് മനസ്സിലായി. കാരണം
ഇടുന്ന ഡ്രസ്സായാലും എല്ലാം ലൂസായിട്ടുണ്ടായിനി. പിന്നെ ഫേസിൽ നമ്മൾ ഒട്ടിയിട്ടുണ്ടായിനി. പിന്നെ നമ്മളെ കൈൻ്റെ ഫാറ്റ്, ആ ഒരു കൈക്കെല്ലാം നേരം ഇത് വരുന്നത് വരെ കുറഞ്ഞിട്ടുണ്ടായിനി ശരിക്കും. പക്ഷെ ഇത്രപ്പാട് വെയിറ്റ് കുറഞ്ഞിനി ഞാൻ വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല. അന്ന് നമ്മളിപ്പോൾ വെയിറ്റെല്ലാം നോക്കുമല്ലോ, വെയിറ്റ് നോക്കിയ ടൈം ഞാൻ ഉണ്ടായ വെയിറ്റ് 52, കറക്റ്റ് 52.100 ആ ഒരു ഇതിലേനും കാണിച്ചിട്ടുണ്ട്. അത്രയും വെയിറ്റ് ഞാൻ കുറഞ്ഞിട്ടുണ്ടായിനി. അങ്ങനെ ഒരു എന്താ പറയുക, അങ്ങനെ സ്കിൻ അങ്ങനെ തൂങ്ങോ എന്താ പറയുക സ്ട്രെച്ച് മാർക്സോ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. സാധാരണ ഞാൻ എങ്ങനെയാണോ ആ സമയം ഉണ്ടാവുക ആ ഒരു ഇത് മാത്രം. പിന്നെ ഡെലിവറി കഴിഞ്ഞ ആ ഒരു സ്റ്റൊമക്കിൻ്റെ ഒരു ഇതുണ്ട്. അത് നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ ജിമ്മോ നമ്മൾ കുറച്ചും കൂടി നല്ല ഇതെല്ലാം പോയി ചെയ്താൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി ടോണായിട്ട് കിട്ടും. അപ്പം അങ്ങനെ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടൈം 22 ഡിസംബർ 22 അങ്ങനെയാണ് സർജറി ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത് കുറേ വീഡിയോ അപ്പോൾ നമ്മൾ ആ ഒരു ഡിസംബർ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സർജറിയും സംഭവം കഴിഞ്ഞില്ലേ, കഴിഞ്ഞ ഒരു 5 days അവിടെ ഉണ്ടായിനി. അപ്പോൾ എല്ലാവരും പറഞ്ഞത് കീ ഹോൾ സർജറിയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞ കീ ഹോൾ സർജറി ചെയ്യുമ്പോൾ വലിയ പെയിനൊന്നും ഉണ്ടാവില്ല, നമുക്ക് പിറ്റേ ദിവസം തന്നെ പോകാം, അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായത്. പക്ഷേങ്കിൽ അതെന്താണെന്നറിയില്ല, ചിലവർക്ക് അങ്ങനെ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെയില്ല ഇനി ഉണ്ടായത്. ഞാൻ സർജറി കഴിഞ്ഞ് ഒരു 6 മണിക്ക് എന്നെ കൊണ്ടുപോയിട്ട് എനിക്കൊന്ന് 9 മണി ആ ഒരു ടൈമാണ് സർജറി കഴിഞ്ഞിന്. അത് കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് വരുന്നത് ഒരു 3:45 ആ ടൈം ഞാൻ റൂമിലേക്ക് എത്തി. എനിക്ക് ബോധമില്ല. ഈ ബോധമില്ലാത്ത ആളെങ്ങനെയാണ് നടന്നിട്ട് വീട്ടിൽ അന്നത്തെ ദിവസം തന്നെ വൈകുന്നേരം വീട്ടിൽ പോകാമെന്ന് അറിയില്ല. ബോധമില്ല, കാരണം നമുക്ക് ആ ഒരു ഇതെല്ലാം ജനറൽ അനസ്തീഷ്യ എനിക്ക് തന്നിട്ടുണ്ടായത്. എനിക്ക് ബോധം ശരിക്കും വരാൻ, ബോധം എന്ന് വെച്ചാൽ എനിക്കിങ്ങനെ കണ്ണുറക്കും, ആൾക്കാർ പറയുന്നില്ല തിരിയുന്നുണ്ട്, പക്ഷെ അങ്ങോട്ടൊന്നും പറയാൻ കഴിയില്ല, പാടങ്ങ് പോകും. അങ്ങനെയും ഉണ്ടായിന്. പിന്നെ ഒരു 8 ആ ഒരു രാത്രി 8:30 ആ ഒരു ടൈമാണ് എനിക്കൊന്ന് ശരിക്കൊന്ന് ബോധം വന്നത്. ബോധം വന്നിട്ട് എന്നോട് ആദ്യം തന്നെ സിസ്റ്റർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ യൂറിൻ പാസ് ചെയ്യണം, യൂറിൻ പാസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു സമയം ട്യൂബ് വന്നിട്ട് ഇട്ടിരുന്നു പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ എനിക്കിത് ഭയങ്കര പേടിയുള്ളൊരു സംഭവമാണ്. ഈ ഓപ്പറേഷൻ്റെ വേദന എന്നെ സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ആ ട്യൂബും കൂടി ഇടണ്ടേന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ആകെ പേടി. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ല വേദനയുണ്ട്, ഒന്നും നോക്കിയില്ല. ഞാൻ വേഗം എങ്ങനെയല്ലോ പിടിച്ച്, അമ്മയെല്ലാം ഉണ്ടായിന്, പിടിച്ച് ഞാൻ ബാത്റൂമിൽ പോയി. ബാത്റൂമിൽ പോകുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, അതിൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റണ്ടേ. ഇരിക്കാൻ നമുക്ക് ഈ ഒരു ഭാഗമല്ലേ ഒറ്റപ്പൊടി ഇരിക്കാനൊന്നും പറ്റില്ല. പക്ഷെ എങ്ങനെയല്ലോ എനിക്ക് ആ സംഭവം ഭയങ്കര പേടിയുള്ളതുകൊണ്ട് തന്നെ ഞാൻ പോയി യൂറിൻ പാസ് ചെയ്തതിന് ശേഷം പിന്നെ നല്ല പെയിൻ ഉണ്ട്. ഇത് നല്ല വേദന, ആ ഒരു സമയം കഴിയുമ്പോൾ എന്തായാലും പെയിന് വരുമല്ലോ നമുക്ക്. നമ്മൾ എന്താ പറയുക വയറെല്ലാം മൊത്തം ഒരു വീർത്ത പോലെയും എന്താ പറയുക പറയാൻ കഴിയില്ല, അത് നല്ല പെയിൻ ഉണ്ടായിന് എനിക്ക്. പിന്നെ ഒരു ആൻറ്റിബയോട്ടിക്കുമായി വേദന കുറയേണ്ടി എന്തെല്ലോ സംഭവം വന്നിട്ട് അവർ ചെയ്യുന്നുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ട്യൂബ് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചത് ആ ഒരു ട്യൂബ് എന്ന് പറയുന്നത് നമ്മൾ യൂറിനിലിട്ട ട്യൂബ് എന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ അതല്ല, എൻ്റെ വയറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു വേറൊരു ട്യൂബ് ഇട്ടിട്ടുണ്ട്, എന്താ പറയുക മോശം ബ്ലഡും കാര്യമെല്ലാം പോകുന്നത്. അത് 3ാമത്തെ ദിവസം വന്നിട്ട് ഊരിന്. അത് ഊരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നും തരില്ല, അങ്ങനെ വന്ന് പിടിച്ചൊരു വലിയ അത് നല്ല വേദന ഉണ്ടായിന്. പിന്നെ ഒരു 5ാമത്തെ ദിവസം ആ ടൈമായപ്പോൾ ഡിസ്ചാർജെല്ലായിട്ട് പോയിട്ട് പിന്നെ ഒരു 2 weeks 3 weeks എന്തായാലും പെയിനും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷെ എന്നാലും കുഴപ്പമില്ല, അധികം ഫുഡൊന്നും കഴിക്കണ്ട, നോർമലായിട്ട് എന്താ പറയുക ലൈറ്റ് ഫുഡെല്ലാം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ്. പിന്നെ ഒരു 1 week കഴിഞ്ഞിട്ട് വന്നിട്ട് സ്റ്റിച്ച് എടുക്കണം എന്ന് പറഞ്ഞു. സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചെറിയ ഇങ്ങനെ അറിയാലോ കീ ഹോൾ ചെയ്യുമ്പോൾ ചെറിയ ഹോള് പോലെയല്ലേ, അതിൻ്റെ അകത്തൊരു 1 സ്റ്റിച്ചാണ് അങ്ങനെയല്ലേ ഉള്ളൂ. അതവർ പോയരെ പിടിച്ച് വലിച്ചെടുത്ത്, അതത്ര പെയിനൊന്നുമില്ല. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊരു 2 month ഒന്നുമല്ല, ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കറക്റ്റ് 1 year വരെ ഞാൻ വെയിറ്റ് ഒന്നും ഗെയിൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. ആ ഒരു വെയിറ്റ് തന്നെ 52, 53 അത് ഇപ്പുറം മാറും. ഞാനിനിയിപ്പോൾ എത്ര ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും, എത്ര ഫുഡ് എന്നല്ല, ആ ടൈമൊന്നും ഞാൻ അങ്ങനെ ഫുഡ് കുറച്ച് കുറവ് തന്നെയാണ്. എന്താ പറയുക പ്രശ്നം കഴിഞ്ഞ പാടാണ്, അതുകൊണ്ട് അധികം അങ്ങനെ പാല് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ കഴിക്കലില്ല. മുട്ട അങ്ങനത്തെ സംഭവം ഞാൻ കഴിച്ചിട്ടുണ്ടാവും, പാല് അങ്ങനെയുള്ള സംഭവമൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. പിന്നെ എന്തോ ഞാൻ വെയിറ്റ് ഗെയിൻ ചെയ്തിട്ടുണ്ടായിട്ടില്ല. 52, 53 ആ ഒരു ഇതിൽ തന്നെ പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 7 month ആയിട്ടാണ് ഞാൻ ആദ്യം വെയിറ്റ് ഗെയിൻ
ഗെയിൻ ചെയ്തത്. വെയിറ്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് വെയിറ്റ് ഒന്നുമല്ല, ഒരു 58 ആ 52ന്ന് 58 എത്തുമ്പോൾ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ടൊരു തടിയുള്ള പോലെ തോന്നും. 52 കണ്ടവർക്ക് 58 കാണുമ്പോൾ. പിന്നെ പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 55 തന്നെ എത്തണം എന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ആ ഒരു എന്താ പറയുക, ഡെലിവറിക്ക് ആ ഒരു മുന്നേലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 54, 55 അങ്ങനെയും ആ വെയിറ്റ് മതി. അധികം 52 വേണ്ട. 52 ആകുമ്പോൾ ഞാൻ എന്തോ ഒരു രോഗം പിടിച്ച പോലെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ഒരു 55 എത്തണമെന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ജാനുവരി തൊട്ടിട്ട് ഈ ഒരു മെയ് ടൈം വരെ എനിക്ക് ആ ഒരു 58 അങ്ങനെയുള്ളൊരു വെയിറ്റ് പിന്നെ ഞാൻ വിചാരിച്ചു ഏതായാലും വെയിറ്റ് കുറക്കാൻ, എനിക്കാകെ അത്രേ കുറക്കാനുള്ളൂ, കുറക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് കുറക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 1 വീക്ക് കൊണ്ടൊന്നും 55ഓ 57ഓ ഒന്നും ആയിട്ടുണ്ടായിട്ടില്ല. ഒരു മാസം എടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്നൊരു 1.5 kg അങ്ങനെ വെച്ചിട്ട് കുറയാൻ വേണ്ടിയിട്ട്. 1.5 kg കുറഞ്ഞ് പിന്നെ പെട്ടെന്ന് അത് കുറഞ്ഞിട്ട് ഇപ്പം ഞാൻ 55 തന്നെയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൽ എങ്ങനെയാണ് എന്തെല്ലാം ഫുഡാണ് കഴിച്ചതെന്നാണ് പറയാൻ പോകുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ഇപ്പം തന്നെ എനിക്കൊന്ന് കുറേ സംഭവം ആയിട്ടുണ്ട്. അത് നമുക്ക് വേറെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് വേറൊരു വീഡിയോയിൽ ചെയ്യാം.